ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീടുകളിൽ ദോശ, വെള്ളയപ്പം, ചപ്പാത്തി, പൂരി ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതൊക്കെ. ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റിലുള്ള ഇന്ന് നമ്മൾ റെഡിയാക്കണം മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വെറൈറ്റി മുട്ടക്കറി. കറി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് അരപ്പ് റെഡിയാക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. മല്ലിയില എടുക്കണമെങ്കിൽ 1/4 ഭാഗം പുതിന എടുത്താൽ മതിട്ട്, അല്ലെങ്കിൽ കറിയിൽ പുതിനയുടെ കുത്തലുണ്ടാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇതാണ് കറിക്കുള്ള എരിവ്. നിങ്ങൾ അതനുസരിച്ച് പച്ചമുളക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. 4-5 വെളുത്തുള്ളി, കുറച്ച് കാഷ്യൂ, 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ട തൈര്. വെള്ളം വേണ്ടി വരില്ല, വേണ്ടി വരികയാണെങ്കിൽ കുറച്ച് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. 5 മുട്ട എടുത്ത് പുഴുങ്ങി ഇടയിലൊക്കെ വരഞ്ഞു വെച്ചേക്കാണ് കേട്ടോ. ഇത് മുളക് പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ഫ്രൈ ആയത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. സവാള കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആയി കിട്ടുമ്പോൾ നമ്മൾ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് തിളപ്പിച്ചു. എനിക്ക് ഇത്ര ചാറ് മതിയിട്ടാ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളൂ. മുട്ടക്കറിക്ക് എപ്പോഴും ചാറ് കുറവാണ് ടേസ്റ്റ് ഉണ്ടാവുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. മുട്ടയുടെ മുകളിൽ കുറച്ച് ചാറൊക്കെ ആക്കി കൊടുത്ത് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. മുട്ട ചേർത്ത് നല്ലോണം തിളച്ചു വിട്ടാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.